നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എഗ് പഫ്സ്. ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്താണ്. ആൻഡ് ലെറ്റ്സ് മേക്ക് സം എഗ് പഫ്സ്. You say hi to my vlog. സാരമില്ല ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളിയും ടൊമാറ്റോ അരിയാൻ നമ്മുടെ ഗ്രേവിക്ക് വേണ്ടി അരിയാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ബെല്ലടിച്ചു. അപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ബ്ലിങ്കിറ്റ് ഓർഡർ ഇവിടെ എത്തി. കുറച്ച് സാധനങ്ങളൊക്കെ മിസ്സിങ് ആയിരുന്നു. അപ്പം തേക്കടാ ആ സാധനങ്ങളൊക്കെ എത്തി. പെട്ടെന്ന് ഞാൻ വേണ്ടതൊക്കെ പുറത്തെടുത്ത് വെച്ചിട്ട് അരിയാൻ തുടങ്ങി. അങ്ങനെ ഉള്ളി പൊളിച്ച് മീഡിയം ലെങ്ത് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എനിക്ക് കുറച്ച് കട്ട് ചെയ്തപ്പോഴത്തേക്ക് എണ്ണൊക്കെ നല്ല വെള്ളം വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ചേച്ചിനെ വിളിച്ച് അവൾ വന്ന് ടു റെസ്ക്യൂ. ബാക്കി ടൊമാറ്റോ ഉള്ളിയൊക്കെ അവളറിഞ്ഞായിരുന്നു. പിന്നെ അവൾക്കും ഒരു ചാനലൊക്കെ ഉണ്ട്, അവൾ ഷോർട്സ് ഇടാറുണ്ട് ഫുഡിൻ്റെ. അപ്പോൾ ചേട്ടനും എടുത്ത് കൊടുക്കും അവളുടെ ഷോർട്സ് വീഡിയോ. നമുക്കിവിടെ ബേസ് റെഡിയാക്കാൻ കുറച്ച് മാവൊക്കെ എടുത്ത് ഞങ്ങളിങ്ങനെ സംസാരിച്ചൊക്കെ നിന്ന് ആ ചേട്ടൻ അത് ഇവിടെ സെറ്റാക്കുമ്പോഴത്തേക്ക് ഇവിടെ നമ്മുടെ ഉള്ളിയും ടൊമാറ്റോയും കട്ടൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ അവിടെ ഇവിടെ വായി നോക്കി നടക്കുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ എൻ്റെ തല ഇടിക്കാറുണ്ട് ഗൈസ്. പക്ഷേ ഇതൊക്കെ നടക്കുമ്പോൾ എൻ്റെ ചേച്ചിയുടെ സന്തോഷം, ആഹാ എന്തൊരു ഹാപ്പിനെസ്. അങ്ങനെ നമുക്ക് നമ്മുടെ ബേസ് റെഡിയാക്കാം. അതിൽ കുറച്ച് മേദയിൽ നമ്മൾ ഉപ്പും കുറച്ച് സ്വീറ്റ്നെസ്സിന് ഇത് ഷുഗറോ ജാഗ്രി, ഞങ്ങൾക്കിവിടെ ജാഗ്രി ഉണ്ടെന്ന് പതാർന്നിട്ട് അത് വെച്ച് നമുക്കൊരു ഡോ ഉണ്ടാക്കാം. ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ചേട്ടനെ ഏൽപ്പിച്ചു. അതുകൊണ്ട് ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ ചേട്ടൻ നല്ല ഡോ റെഡിയാക്കുവാണ്. അപ്പോഴത്തേക്ക് ഇവിടെ ഞങ്ങൾ ഗ്രേവി റെഡിയാക്കാൻ സെറ്റായി. ഒരു പാനിൽ കുറച്ച് ഓയിലൊക്കെ ഇട്ട് പിന്നെ ബാക്കി നമ്മൾ കട്ട് ചെയ്ത് വെച്ച അനിയൻസൊക്കെ ഇട്ട് നമുക്ക് കുറച്ച് സോട്ടേ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ സോട്ടേ ചെയ്യുക. അധികം ഐറ്റംസ് ഒന്നും വേണ്ട, നമുക്ക് ജസ്റ്റ് അനിയൻസും ടൊമാറ്റോസും കുറച്ച് മസാലകളും ഇട്ട് റെഡിയാക്കാം പെട്ടെന്ന്. അങ്ങനെ നമ്മൾക്കിത് സോട്ട് ചെയ്തെടുക്കാം. ഉപ്പ് ഇട്ട് ഞാൻ പെട്ടെന്ന് സോട്ട് ആവുമെന്ന് കേട്ടിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത്. നിങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാവും ഞാൻ ഈ ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ട് പോകാമെന്ന്. ആക്ച്വലി വീഡിയോ എടുക്കുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് റെഡി ആവണമെന്ന് തോന്നി. അങ്ങനെ റെഡിയൊക്കെ ആയിരുന്നപ്പോഴാണ് ഇപ്പോൾ ഞാൻ അവിടുത്തെ എന്തെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഏതായാലും റെഡിയായി ഉണ്ടാക്കാൻ പോകും. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു വ്ളോഗ് എടുത്തേക്കാം, അതുകൊണ്ടാണ് ഗൈസ്. അപ്പം ഇത് അടുത്ത മസാലയൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ചില്ലി പൗഡറും കുറച്ച് ടേമറിക്കും കൊറിയാൻഡർ പൗഡറും പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ട് കൊടുത്താൽ നമ്മുടെ ആക്ച്വലി ഈ ഗ്രേവി റെഡിയാവും. ഒരു വെരി സിമ്പിൾ വേ ഓഫ് മേക്കിംഗ് ദ ഗ്രേവി. ഇതിൻ്റെ അടുത്ത് ഞാനിവിടെ ടേമറിക് ഇട്ട് കുറച്ച് കൊറിയാൻഡറും ഇട്ട് കൊടുത്ത് ലാസ്റ്റിൽ ഗരം മസാല ഇടും. ചേച്ചിയുടെ ഷോർട്സ് എടുക്കാൻ ഇങ്ങനെ ഓരോരോ അപ്ഡേറ്റിൽ അവൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വലിയ ഇൻഫ്ലുവൻസർ ഫാമിലി ആണെന്നാണ് ഞങ്ങളുടെ വിചാരം. അങ്ങനെയൊന്നുമില്ല ഗൈസ്, ആകെ ഒരു 10 ഫോളോവേഴ്സും ഉണ്ട്. പക്ഷേ എന്തോ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു മെമ്മറി ക്യാപ്ചർ ചെയ്യണം പോലെ തോന്നും. ചേട്ടൻ ഇവിടെ അടിയോടടിയാണ്. ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചിയോടുള്ള ദേഷ്യമാണോ ഈ കാണിക്കുന്നതെന്ന്. ആ സൗണ്ട് കേട്ട് എൻ്റെ കുട്ടപ്പൻ ഓടി വന്നിട്ടുണ്ട്. അവൻ പേടിച്ച് ഇവിടെ എന്താ നടക്കുന്നതെന്ന്. തൊന്നിടുവാണിത്. അങ്ങനെയല്ല, ഗ്രേവി റെഡി ആയപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ചൊരു ടൊമാറ്റോ കെച്ചപ്പ് ഇട്ട് നമുക്കൊന്ന് സോട്ടേ ചെയ്യാം. ഒരു ടാങ്കിനെസ്സും സ്വീറ്റ്നെസ്സും വേണ്ടി അതിൻ്റെ ഒത്തിരി കൊറിയാൻഡർ ഇട്ട് കൊടുക്കുക. ആക്ച്വലി ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്ന പോലൊക്കെ തന്നെയാണ് സെയിം. മുട്ട ഞങ്ങൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ബേസിന് ചേട്ടൻ റെഡിയാക്കിയത് നമുക്ക് മാക്സിമം ആയിട്ടൊന്ന് പരത്തി എടുക്കാം, മാക്സിമം ലെങ്ത്തിൽ നല്ലതായിട്ട്. എന്നിട്ട് നമുക്ക് നല്ല ബട്ടർ തേച്ച് കൊടുക്കാം. എന്നിട്ട് മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആയിട്ട് ബട്ടർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വലിയ സർക്കിൾ എടുത്ത് ഇവിടെ എല്ലാം ബട്ടർ തേച്ച് പിന്നെ അത് ഫോൾഡ് ചെയ്ത് അടുത്ത ബട്ടർ ചെയ്ത് അങ്ങനെ കുറേ മൾട്ടിപ്പിൾ ഫോൾഡ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ ഞാൻ 4-5 ലെയറായി കട്ട് ചെയ്ത് എന്നിട്ട് നമ്മളിതേ ഇവിടെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. ബാക്കി വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ഓരോരോ ലെയറിൽ നമുക്ക് കുറച്ച് ഗ്രേവി എടുത്ത് മുട്ടയും നമ്മൾ നേരത്തെ ചെയ്ത ബോയിൽ മുട്ട വെച്ചിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. കുറച്ച് ബട്ടർ കൂടെ തേച്ചാൽ അത് അവിടെ നന്നായിട്ട് നിൽക്കും. എന്നിട്ട് നമ്മുടെ പാനിൽ വെച്ചിട്ട് നമുക്ക് ഇത് പ്രീ ഹീറ്റഡ് ഓവനിൽ സെറ്റാക്കാം, ബേക്ക് ചെയ്യാം. ആദ്യത്തെ മുട്ട പോയസം ദൈവമേ മിന്നിച്ചേക്കണേ എന്നൊക്കെ ഞാൻ അവിടെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ചൊരു 15-20 മിനിറ്റ്സിൽ ഞങ്ങളിത് ബേക്ക് ചെയ്യാൻ വെച്ച്. കണ്ടിട്ടൊക്കെ നല്ല എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്ന്. അപ്പം എന്തായാലും അത് കുറച്ച് സമയം എടുക്കും. അപ്പോൾ ഞങ്ങൾക്ക് ആ സമയം കൊണ്ട് നമ്മുടെ ബാക്കി കുറച്ചെൻ്റെ ഷോർട്സ് ഉണ്ട് അത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗൈസ്. എനിക്ക് വീഡിയോ എടുക്കാനും ഇഷ്ടമാണ്, പക്ഷേ എഡിറ്റ് ചെയ്ത് ഇടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ ഞാൻ എന്നത് ഇവിടെ ട്രൈ ആണ്. മാക്സിമം ഞാൻ കുറച്ച് വിയറ്റ്നാം പോയിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് മന്ത്. അപ്പം അവിടെ വീഡിയോസൊക്കെ കുറേ എടുത്തിരുന്നു, ബട്ട് ഇതുവരെ ഇവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഓർത്ത് ഏതായാലും ഒരു ഷോർട്ട്
എഡിറ്റ് ചെയ്തെടുക്കാം. ദേ അങ്ങനെ ഓൾമോസ്റ്റ് എഡിറ്റൊക്കെ ചെയ്തപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത്, പിങ്കു ടൈം ആയല്ലോ, നീ പപ്സ് എടുത്തില്ലേ? അങ്ങനെ ഞങ്ങൾ ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് പപ്സ് കുറച്ച് കരിഞ്ഞു പോയിരുന്നു ഗൈസ്. ഞാൻ കുറച്ച് അധികം ടൈം അങ്ങ് കുക്കായി, അപ്പോൾ അത് കുറച്ച് ഹാർഡായി അത്ര. പിന്നെ ഞാൻ ഒത്തിരി നേരം മാവ് ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഗൈസ്. കുറച്ച് ഹാർഡായിട്ടുണ്ടായിരുന്നു. പപ്പടം പോലെ ഔട്ടർ ക്രസ്റ്റ് കുറച്ചായിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ ഗൈസ്. ബട്ട് ഞങ്ങൾ ഓർത്ത് മുറിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്ന്. अच्छा है. थोड़ा सा क्रंची ना होता बस. टेस्ट अच्छा था. टेस्ट बहुत अच्छा है यार. കുറച്ച് കരിഞ്ഞു പോയി ഗൈസ്. ടേസ്റ്റ് വൈസ് ഇസ് ഗുഡ്. പിയു, how is the taste, Piyu? Taste is good, but little bit extra crispier than usual, but gravy and everything else is good. Taste is good. Next time better I found guys.